കൂട്ടുകാരൻ. അപ്പം ഇന്ന് ലോക പുസ്തക ദിനമല്ലേ, അപ്പം ഞാൻ അന്നേരം പുസ്തകത്തിനെ പറ്റി ഇന്ന് വന്ന് ആ പുസ്തകത്തിൻ്റെ പേരാണ് സിൻഡ്രല്ല. നിങ്ങളെല്ലാവർക്കും ഈ സിൻഡ്രല്ല എന്ന ബുക്കിനെ കുറിച്ച് അറിയാം. എന്നാൽ ഈ സിൻഡ്രല്ല എന്ന ബുക്ക് പണ്ട് കാലത്ത് ചൈനയിൽ നിന്ന് ആൾക്കാർ എഴുതിയതാണ് ഇത്. അപ്പോൾ അറിയാത്തതുണ്ടെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി കുഞ്ഞായിട്ടൊന്ന് പറയട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞു തുടങ്ങിയാലോ. എല്ല എന്നൊരു 5 വയസ്സുകാരി, അവിടെ അമ്മ അപ്പോഴാണ് മരിച്ചു പോയത്. അപ്പോൾ അവളുടെ അച്ഛന് പട്ടണത്തിലാണ് ജോലി. അപ്പോൾ അവരുടെ വീട് അത്ര പട്ടണത്തിനടുത്തൊന്നുമല്ല, കുറേ ദൂരെയാണ്. അമ്മ മരിച്ചതിന് ശേഷം അവൾ ഒറ്റയ്ക്കാവുന്ന പേരുകൊണ്ട് അച്ഛൻ ഒരു കല്യാണം കൂടെ കഴിച്ചു. അപ്പോൾ അവരുടെ രണ്ടാനമ്മ അവരുടെ മക്കളും ഭയങ്കര കുട്ടിക്കാരെ ക്രൂരതയായിരുന്നു. അവളാണ് അവരുടെ എല്ലാ പണിയും ചെയ്യാറ്. ചില രാത്രിയിൽ അവർ ഭക്ഷണം കഴിക്കാറില്ല, ഭയങ്കര വിശന്നാണ് കിടക്കാറ്. തണുപ്പ് കാലത്ത് അവൾക്ക് ഒരു കുഞ്ഞു മുടി തോടൊക്കെ പൊട്ടേക്കുമായതുകൊണ്ട് മഞ്ഞ് വീണ് അവൾക്ക് തണുപ്പ് അനുഭവപ്പെടും. അപ്പം അവള് അടുപ്പിനരികി പോയിട്ട് കിടക്കും. അപ്പോൾ രാവിലെ ആകുമ്പോൾ ചാരയായിരിക്കും മേത്ത്. അപ്പോൾ എൻ്റെ രണ്ടാനമ്മയും അനിയത്തിമാരും അവളുടെ കളിയാക്കും, ഇന്ന് മേത്ത് മൊത്തം ചാരാണ്, അതുകൊണ്ട് അവൾ കളിയാക്കി വിളിക്കാൻ പേരിട്ടാണ് സിൻഡ്രല്ലാണ്. ഇനി എപ്പോഴും അവളുടെ അങ്ങനെ വിളിക്കും. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം രാജകുമാരൻ ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞു, വിളംബരം ചെയ്തു, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഈ അടുത്ത ദിവസങ്ങളിൽ 3 ദിവസമായി ഇവിടെ വലിയൊരു പരിപാടി നടത്തും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാൻസിങ് കോമ്പറ്റീഷൻ പോലൊരു പരിപാടി. അതിനകത്ത് പട്ടണത്തിലെ സുന്ദരമായ പെണ്ണുങ്ങളെയൊക്കെ അങ്ങനെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ സിൻഡ്രല്ലയുടെ വീട്ടിലും ആ കത്ത് പോലെ ആ വിളംബരം എത്തി. എന്നിട്ട് അവരുടെ അനിയത്തി ചേച്ചിയൊക്കെ നല്ലതായിട്ട് ഒരുങ്ങാൻ വേണ്ടി സഹായിച്ചു. പക്ഷെ അവൾ പോകണമെന്ന് ആഗ്രഹം ചോദിച്ചു. അപ്പം അതിൻ്റെ രണ്ടാനമ്മ പറഞ്ഞു, പറ്റില്ല, നിങ്ങൾക്ക് ഡ്രസ്സൊന്നുമില്ല, നീ ഇവിടെ തന്നെ ഇരുന്നാൽ നമ്മൾ ദേശത്തോട് പറഞ്ഞു. സിൻഡ്രല്ലയ്ക്ക് വിഷമായി. സിൻഡ്രല്ല അമ്മയുടെ കല്ലറയെ കരഞ്ഞു. അപ്പോഴത്തേക്കും അവളുടെ വണ്ടി വന്ന് പോകാൻ ശബ്ദം കേട്ടോ. അവൾ പെട്ടെന്ന് നോക്കി. അവരെ കൂട്ടാണ്ട് പോയെന്ന് പറഞ്ഞ് അവളെ തിരിച്ച് അങ്ങോട്ട് പെട്ടെന്ന് ഓർക്കുന്നു ഭയങ്കര പൊട്ടിക്കഴിഞ്ഞു. അവൾക്കൊരു ഗോഡ് മദർ ദേവതയുണ്ട്. അവർ ഇത് കണ്ടിട്ട് എന്താ വരുമെന്ന് ചോദിച്ചു. സിൻഡ്രല്ല കാര്യമൊക്കെ പറഞ്ഞു. അപ്പം എന്താ, ഇവൾക്ക് നല്ല ഡ്രസ്സ് ഇതൊക്കെ കൊടുത്ത് അവളെ നല്ല സാധനങ്ങളൊക്കെ കൊടുത്ത് വിട്ടു. അവളുടെ കൂട്ടുകാരെ ജീവികളൊക്കെ പിടിച്ച് ഓരോ വണ്ടി കുതിരയും സേവകരും ഇതൊക്കെ ആക്കി അവൾക്ക് നല്ല ഡ്രസ്സൊക്കെ കിട്ടി. അവളെ പോയി. അങ്ങനെ 2-3 ലാസ്റ്റത്തെ ദിവസം പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല. അതായത് 12 മണിയാകുമ്പോഴേക്കും എല്ലാം പഴയ പോലെയാവും. എലി പഴയതുപോലെയാവും, പല്ലി പഴയതുകളും. അതുകൊണ്ട് അവരുടെ ജീവികളെയാണ് സിൻഡ്രല്ലയുടെ കൂട്ടുകാർ. എല്ലാം പഴയതുപോലെ, അവരുടെ ഡ്രസ്സൊക്കെ പഴയതുപോലെയാണ്. ഞാൻ ലാസ്റ്റത്തെ ദിവസം ഇതേപോലെ നടന്നു. 11 ഭയങ്കര ലേറ്റായി. അവൾ ഡാൻസ് ചെയ്തുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ക്ലോക്ക് നോക്കി, സമയം ലേറ്റായെന്നും പറഞ്ഞ് അവൾ ഓടിപ്പോയി. അപ്പോൾ അവളുടെ ഒരു ഷൂ നിലത്ത് വീണു. രാജകുമാരൻ പുറകെ വന്നിട്ട് ഇനി എടുക്കാനും സമയമില്ല. അവൾ ഒറ്റ ഓട്ടത്തിൽ അതിൻ്റെ ഉള്ളിൽ കയറി. പാതയായപ്പോഴേക്കും വീട് എത്തുന്നതിന് മുമ്പ് എല്ലാം പറയാതെ പെട്ടെന്ന് അവൾ ഓടി വീട്ടിലെത്തി. രണ്ടാമത് കണ്ടതിന് നല്ല ചീത്ത കേൾക്കില്ലേ, അതുകൊണ്ട് അവൾ പെട്ടെന്ന് വീട്ടിൽ കിടക്കുന്ന വെച്ച് അവൾ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവൾ വന്നു. ഈ അവളുടെ ചേച്ചിമാരൊക്കെ ഈ കാര്യങ്ങൾ ചേച്ചി അനിയത്തിയൊക്കെ പറയാൻ തുടങ്ങി. ഈ കാര്യങ്ങൾ എന്നിട്ട് അത് ഓടിപ്പോയി എന്നൊക്കെ പറയാൻ തുടങ്ങി. സിൻഡ്രല്ല ഇതൊക്കെ കേട്ട് പതിയെ ചിരിച്ചു. പക്ഷെ ആരും കേട്ടില്ല. രാജാവിനാകെ ഒരു കശി. എന്താ, ഈ പെണ്ണ് മാത്രം മതി. ആ ഷൂസ് പറക്കിയെടുത്തിട്ട് പറഞ്ഞു, ഗ്രാമത്തിലെ എല്ലാവരെയും ചെരുപ്പിട്ട് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവർക്കും ആ ചെറുതാണ്, കാരണം എന്നിട്ട് കുഞ്ഞിതാണ്. എന്നിട്ട് ലാസ്റ്റ് സിൻഡ്രല്ലയുടെ വീട്ടിലെത്തി. അപ്പോൾ
ആദ്യം എന്താ ഏറ്റവും വലിയ ചേച്ചിയുടെ കാലിൽ ഇട്ട് വെച്ചു. അപ്പം ആ ചേച്ചിയുടെ ഈ ഭാഗത്ത് വലുതാണ്. അപ്പം ആ ചേച്ചിയുടെ അമ്മ പറഞ്ഞു ഇത് വെട്ടിക്കള, അപ്പോൾ പിന്നെ രാജകുമാരി ആകുമ്പോൾ നടക്കേണ്ട ആവശ്യം വരുന്നതാണ്. എന്നിട്ട് അതിട്ടിട്ട് പോയി. അപ്പം ഈ ഗോഡ് മദർ ദേവത ഒരു സ്ഥലത്ത് നിന്ന് കാണണ്ടായിരുന്നു. കുതിരവണ്ടി കയറുമ്പോൾ ഈ ഗോഡ് മദർ ദേവതയുടെ മാന്ത്രിക പൗകൾ ഈ രാജകുമാരനോട് പറഞ്ഞു, രാജകുമാര ഇത് നിങ്ങളുടെ യഥാർത്ഥ അതുമല്ല, കാലിൽ നിന്ന് ചോര വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാജകുമാരൻ നോക്കി, അപ്പോൾ മനസ്സിലായി. എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടു. അതിൻ്റെ അടുത്ത അനിയത്തി പറഞ്ഞു, എന്താ ഞാൻ ഇട്ടോക്കാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പിന്നെ ഈ തള്ളവരല്ല എന്താ അതിന് വലുതാ, അത് വെട്ടി ഇതേപോലെ തന്നെ ചെയ്തു. അമ്മ അതേപോലെ തന്നെ പറഞ്ഞു. പ്രാവുകൾ പിന്നെ ഇതേപോലെ പറഞ്ഞു. എന്നിട്ട് ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ സിൻഡ്രല്ല അവിടെ തുടക്കുണ്ടായിരുന്നു. സിൻഡ്രല്ല പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ ഇട്ടോക്കാണ്. അവൾ അപ്പം തന്നെ അവിടെ വെച്ചിട്ട് രാജകുമാരന് മനസ്സിലായി ഇതാണ് എൻ്റെ അടുത്ത ഭാര്യയാണ്. അവർ സന്തോഷമായിട്ട് ജീവിച്ചു. ചോളക്കഥ. നന്ദി.